ദൈവമേ, വാതിൽ തുറക്കാൻ കുറച്ച് വൈകി. ഇവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്തേ മുത്തശ്ശിക്കൊന്നും മിണ്ടാനില്ലേ ഇപ്പൊ ബോധ്യായല്ലോ ശരത്ത് മോനെ തനി ഗുണം. അവനിങ്ങനൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഇനി അമ്മ ന്യായീകരിച്ച പ്രഭാവതിയെ കെട്ടിയിട്ടോളെ അമ്മ ഞാനിവിടെ കട്ടിലെ കെട്ടിയിടും കേട്ടല്ലോ. പ്രഭാവതി ചേച്ചി, എന്താ പറ്റിയത്? എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? ശരത്തുമോനാണോ പ്രഭാവതി നിന്നെ ഇങ്ങനെ കെട്ടിയിട്ടെ? അല്ല. ആ കണ്ടോ കണ്ടോ, അവനല്ല. അവനിങ്ങനൊന്നും ചെയ്യില്ല. അവൻ നല്ലവനാ. വേറെ ആരെ ചെയ്തേ? ആരാ പ്രഭാവതി ഇതിന്റെ കാരണക്കാരൻ? കള്ളന, പെരും കള്ളൻ. ആ അങ്ങനെ വരട്ടെ. കള്ളന്മാരുടെ സീസണാ ഇത്. എന്നിട്ട് വല്ലതും മോഷ്ടിച്ചോണ്ട് പോയോ? എന്റെ സമാധാനം പോയി, എന്റെ സ്വസ്ഥത പോയി. ദേവികെ, എനിക്ക് ദേവികയോട് മാത്രമായിട്ട് സംസാരിക്കണം. ഞാനിവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ പ്രഭാവതി? കുഴപ്പമുണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അത് പ്രഭാവതി പറയട്ടെ. കുഴപ്പമുണ്ട്. അങ്ങനെ പറ. പ്രഭാവതി പറഞ്ഞോ, ഞാൻ അനുസരിക്കും. ദേവികെ, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഞാൻ ചില സത്യങ്ങൾ മനസ്സിലാക്കി. അതൊക്കെ അവരോട് പറയണം. അതിന് പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകേണ്ടത്, ക്രൈം ബ്രാഞ്ചിലേക്ക്. പുതുതായിട്ട് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ വളരെ നല്ല ആളാണ്. ഞാനും കൂടെ വരാം. നമുക്കൊന്നിച്ചു പോയി കാണാം. എന്നെ നേരം കളയണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇനി വൈകിയ ശരിയാവില്ല. അതിനു മുൻപ് ഒറ്റ ചോദ്യം. അമ്മ ഇങ്ങനെ കെട്ടിയിട്ടത് ശരത്തല്ലേ? അതെ. അവനെ എന്തിനിത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചിലതെല്ലാം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ രാത്രി പ്രഭാതി അമ്മ പറഞ്ഞത്, ഇന്നത്തെ ഈ സംഭവം, അതൊക്കെ ഒന്ന് കൂട്ടി വായിച്ച കാരണം കിട്ടും. റെഡിയായിക്കോ, നമുക്കുടനെ ഇറങ്ങാം. അല്ല, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ? വേണ്ട, ആദ്യം ക്രൈം ബ്രാഞ്ച്, അതിനുശേഷം മതി മറ്റെന്ത്. ഇതാരുടെയാണെന്ന് അറിയാലോ. ഭാഗ്യത്തിനാ സിദ്ധുവിന്റെ കാറിന്റെ സ്പെയർ കീ കിട്ടിയത്. 2 മണിക്കൂറത്തെ ആവശ്യമല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. വണ്ടി സിദ്ധുവിന്റെ ഓഫീസിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേ ഇടാറുള്ളൂ. രാവിലെ അവിടെ കൊണ്ടുപോയി ഇടും, വൈകിട്ട് എടുത്തോണ്ട് വരും. അവിടെ പോയി വണ്ടി എടുത്തോണ്ട് പോയാൽ മതി, ആരും അറിയില്ല. അല്ല, ഗ്രൗണ്ടിൽ CCTV ഉണ്ടോ? ഇല്ല. അത് ഞാനെന്മേൽ കളിയാ ഞാൻ കളിക്കുന്നത്.
ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ കീ എന്നെ തിരിച്ചേൽപ്പിച്ചേക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തിനാ കീ? ചെല്ലുന്നു, വണ്ടി എടുക്കുന്നു, അമ്മയെ മാറ്റുന്നു, അത്രേ ഉള്ളൂ. അമ്മയോ? സോറി, അമ്മയല്ല, പ്രേമ. പ്രേമാമ്മ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പ്രായം ചെന്നവരെ അമ്മയർത്ഥം വിളിക്കാറ്. പാർവതി അമ്മ, വിലാസിനി അമ്മ. ചന്ദ്രയ്ക്കും പ്രായം ഉണ്ടായിരുന്നെങ്കിലേ ചന്ദ്രലേഖ അമ്മ എന്ന് ഞാൻ വിളിച്ചേനെ. ശരി ശരി, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം ചെല്ലാൻ നോക്ക്. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. എന്തിനാ ടെൻഷൻ? എന്റെ ഓപ്പറേഷൻ ഒരാളും അറിയാൻ പോകുന്നില്ല. അറിയരുത്. അറിഞ്ഞ പിന്നെ എന്നെ കൊന്നുകളയും സിദ്ധു. അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ വക്കീലിനെ ഭരിക്കാൻ അവനെന്താ അവകാശം? ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഒരാൾക്ക് വേറൊരാളെ മേളിൽ യാതൊരു അവകാശവും ഇല്ല. എന്നൊക്കെ ശരത്തിന് പറയാം. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം സിദ്ധു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാ. വണ്ടി എന്റെ ആയിരുന്നുവെങ്കിൽ ഇതിനൊന്നും ഒരാവശ്യമില്ലായിരുന്നു. ഇതിപ്പോ ഉടമസ്ഥൻ വേറൊരാളായിപ്പോയില്ലേ. കാണിക്കുന്നാണെങ്കിൽ കള്ളത്തരും. ഒന്നും കൊണ്ടും പേടിക്കണ്ട. എല്ലാം ഞാനേ ഭംഗിയായിട്ട് ചെയ്തോളാം. ഒന്നും എനിക്ക് വേണ്ടിയല്ലെന്ന് ഓർക്കണം. എല്ലാവേ വക്കീലിന് വേണ്ടിയാ. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. ചെല്ല്, ഇനി നിന്ന് നേരം കളയണ്ട. വക്കീല് പൊക്കൂ, ഞാൻ ഇറങ്ങിക്കോളാം. പൊക്കൂ. എവിടെ പോകുന്നു രണ്ടുപേരും കൂടെ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? അയ്യോ, വെറുതെ ചോദിച്ചതാണേ. ഇവളാരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അമ്മ കൂടെ ഇറങ്ങി തിരിച്ചത്? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തതിനോ? സൂക്ഷിക്കണം. നിന്നെ എപ്പോഴാണ് ഞാൻ ചതിച്ചിട്ടുള്ളത്? അതെന്റെ നാവിന്ന് തന്നെ കേൾക്കണോ? പറ, ഒന്നറിയട്ടെ. എന്റെ ഭർത്താവും ഞാനും തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാ. ആരാ അതിന് കാരണമെന്നറിയാം? അറിയാം, നീ തന്നെ. കല്യാണ പന്തലിൽ വെച്ച് കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ നിന്റെ കൂടെ ഇത്രയും കലാപാവം താമസിച്ചില്ലേ?